ഹാർട്ട് അറ്റാക്ക് കൂടുതലും വരുന്നത് പുരുഷന്മാർക്കാണ്. അത് സ്ത്രീകളുടെ ഒരു രോഗമല്ല, വളരെ റെയർ ആയിട്ട് വരുന്നൊരു സംഭവമാണ് സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക്. എന്ന പെർസെൻറ്റേജ് അങ്ങനെയാണോ? അല്ല, അത് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷേ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ട്രെൻഡിലൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒന്ന്, ആദ്യം അത് ആക്ച്വലി ഇന്ത്യൻസിൽ വളരെ കുറവായിരുന്നു, ഏഷ്യൻസിൽ കുറവായിരുന്നു, യൂറോപ്യൻസിലും വെസ്റ്റേണേഴ്സിലായിരുന്നു കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടിരുന്നത്. അത് നേരെ മറിച്ച് ഇപ്പോൾ ഏഷ്യൻസിലാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉള്ളത്. മനസ്സിലായില്ല? അതൊരു ചേഞ്ച്. ഇതിന് വരുന്ന ഒരു ചേഞ്ചാണ് ഈ ഡിസീസ് പാറ്റേണിൽ വരുന്നത്. മറ്റൊരു ചേഞ്ച്, ആദ്യം ഓൾഡർ പീപ്പിളിലായിരുന്നു ഹാർട്ട് അറ്റാക്ക് കൂടുതൽ. ഇപ്പം യങ്ങർ ഒരു മിഡിൽ ഏജിലും വളരെ ഹാർട്ട് അറ്റാക്ക് കോമൺ ആയി വരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ആദ്യം ലേഡീസ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള പോലെ ആയിരുന്നു നമ്മൾ പറയുന്നത്. ബിക്കോസ് ഓഫ് ദി ഹോർമോൺസ്, ഫീമെയിൽ ഹോർമോൺ, ഈസ്ട്രോജൻ, ഹോർമോൺ കാരണമായിരുന്നത്. അതിലും ഇപ്പോൾ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ആക്ച്വലി ദ ഇൻസിഡൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് എമംഗ് വിമൻ ആർ ഗ്രാജുവലി ഇൻക്രീസിങ് കമ്പയർ ടു ദ പ്രീവിയസ് നമ്മളൊരു കാലം നോക്കുമ്പോൾ കൂടി വരുന്നുണ്ട്. സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രൊപ്പോർഷണലി ഇൻക്രീസിങ്. ഫോർ എക്സാമ്പിൾ, പണ്ട് ഒരു 100 ആളുകളിൽ പുരുഷന്മാരിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10 പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ 100 പേരിൽ ഒരു 25 പേര് 30 പേർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന ലെവലിലേക്ക് ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു ട്രെൻഡ് ചേഞ്ച് നടക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈലിന്റെ വ്യത്യാസം അതൊക്കെ ആക്ച്വലി ഓവറോൾ ഇത് ലൈഫ് സ്റ്റൈലാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റം, നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ വന്നിട്ടുള്ള മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞ പോലെ നമ്മൾ ഫിസിക്കലി ലെസ് ആക്റ്റീവ്, മെൻ്റലി മോർ ആക്റ്റീവ് ആണല്ലോ ഇപ്പം നമ്മൾ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് ആക്ച്വലി. ഈ രോഗങ്ങൾ വരുന്നതിന് ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ തടിയുള്ള ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്? അതെ, നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാളുടെ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ എങ്കിലും അത് ഒബീസിറ്റി ഈസ് എ റിസ്ക് ഫാക്ടർ. നമ്മളെല്ലാത്തിനും ഒരു റിസ്ക് ഫാക്ടർ എന്നാ പറയാം. നിങ്ങൾക്ക് ഒരു പേഷ്യൻറ്റിന് എത്ര കൂടുതൽ റിസ്ക് ഉണ്ടോ അത്ര കൂടുതൽ ചാൻസ് ഫോർ, എന്താ പറയുക, റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ഹാർട്ട് അറ്റാക്കാണ്. അപ്പം തടി മാത്രം കൂടുതലുണ്ടെങ്കിൽ അയാൾ ബാക്കി കാര്യത്തിലൊക്കെ ഫിറ്റാന്ന് വെച്ചോളൂ. ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഫിറ്റാണ്, ഹെൽത്തിയാണ്, ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ഉറങ്ങുന്നുണ്ട്, മെൻ്റൽ റിലാക്സേഷൻ ടെക്നിക് ചിലപ്പോൾ വന്നോളുന്നില്ല. അല്ല, പക്ഷേ ഒബീസിറ്റി ഈസ് ഡെഫിനറ്റ്ലി റിസ്ക് ഫാക്ടർ. നമ്മൾ തടി എന്ന് പറയുന്നത് ഒബീസിറ്റി ആണല്ലോ. ഒബീസിറ്റി വരുന്ന ഒരാൾ പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ലാത്തത് റെയർ ആണ്. അപ്പോൾ അത്തരം ആളുകൾ കൂടുതൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിലോട്ട് അത്യന്താപേക്ഷിതമായി. അതുപോലെ ഡയബറ്റീസും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള കോറിലേഷൻ എത്രത്തോളം? അത് ഭയങ്കരമാണ്. ഏറ്റവും ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഉള്ള ഒരു ഫാക്ടർ എന്നോട് ചോദിച്ചാൽ ഞാൻ ഡയബറ്റീസ്, നമ്പർ 1 ഡയബറ്റീസാണ്. പിന്നെയാണ് ഈവൻ കൊളസ്ട്രോളും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡയബറ്റീസ് നമ്മൾ ആക്ച്വലി ഒരു പേഷ്യൻ്റ്, ഒരു യങ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ഇപ്പോൾ ഒരു എമർജൻസിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെസ്റ്റ് പെയിൻ്റെ ചോദിച്ചാൽ നെക്സ്റ്റ് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഡയബറ്റിക് ആണെന്നാണ് ചോദിക്കുക. കാരണം ഡയബറ്റിക് ആണെങ്കിൽ അയാളുടെ ചെസ്റ്റ് പെയിൻ ഹാർട്ട് കൊണ്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. വെച്ചാൽ ഇൻസിഡൻസ് ഓഫ് ഹാർട്ട് ഡിസീസ് ഇസ് മോർ എമംഗ് ഡയബറ്റീസ്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. അവർക്കാണ് സൈലന്റ് അറ്റാക്സ്. ഡയബറ്റീസുകാർക്ക് മാത്രമല്ലേ സൈലന്റ് അറ്റാക്സ്? ഡയബറ്റീസിന് മാത്രമേ സാധാരണ സൈലന്റ് അറ്റാക്ക് ഉണ്ടാവുള്ളൂ, കാരണം അവർ പെയിൻ അറിയാത്തതുകൊണ്ട്. അതുപോലെ ഈ ട്രെഡ്മില്ല് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ചില സംഭവങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ്. അത് ആ ട്രെഡ്മില്ലിൽ ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സിൽ ഓടിയിട്ട് അപ്പം സംഭവിച്ചൊരിതാണ്. അതെ, ആക്ച്വലി അതെ, അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രെഡ്മിൽ നമ്മളൊരു എക്സസൈസിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ. ഈ ട്രെഡ്മില്ല് കുഴഞ്ഞു വീണ് മരിക്കുന്നത് അധികവും ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല, ആക്ച്വലി അധികവും കാർഡിയക് അറസ്റ്റ് കൊണ്ടാണ്. ഈ ഹാർട്ട് അറ്റാക്കും കാർഡിയക് അറസ്റ്റും 2 ഡിഫറെൻറ്റ് ടെർമിനോളജി. അത് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ ഒരു പെട്ടെന്ന് രക്തം കട്ട പിടിച്ചിട്ട് ബ്ലോക്ക് സംഭവിക്കുന്നതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ള എല്ലാവർക്കും കാർഡിയക് അറസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരാൾക്ക് കാർഡിയക് അറസ്റ്റ് വന്നെങ്കിൽ മാത്രമേ അയാൾ മരിക്കുകയുള്ളൂ. അതല്ലാത്ത ആൾ ഹോസ്പിറ്റലിൽ എത്തും, ഞങ്ങൾ അവർക്ക് ബ്ലോക്ക് നീക്കും, അവർ സുഖമായിട്ട് പോകും. അതാണ് അധികം ആളുകൾക്കും ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ തന്നെ എറിത്മ്യ എന്ന് പറയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാർട്ടിൻ്റെ റിതമിൽ താളപ്പിഴവ് സംഭവിച്ചിട്ട് സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാകാറുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേറൊരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു ഓവർ എക്സസൈസ്, ഒരു ഭയങ്കര മസിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ചൊരു ഓവറായിട്ട് എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് വേണ്ടതിലോ അല്ലെങ്കിൽ അതിനെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് പുഷ് ചെയ്യിപ്പിച്ച് ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ്. ഞങ്ങൾ ഹാർട്ടിന് ആക്ച്വലി വളരെ സിമ്പിളാണ്. ഹാർട്ടിനെ നമ്മൾ പരീക്ഷിക്കാൻ ഒരുപാട് പണികളൊന്നുമില്ല. കുറച്ച് സിമ്പിളായിട്ടുള്ള കുറേ അഡ്വൈസ് മാത്രമേ ആസ് എ കാർഡിയോളജിസ്റ്റ് എനിക്ക് പറയാനുള്ളൂ. ഹാർട്ടിന് ഞങ്ങൾ വെറും 1/2 മണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് മാത്രം ഒരു ദിവസം ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്.
പക്ഷേ നമ്മൾ 3-4 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് അത് വേറെ മറ്റു പല കാര്യങ്ങൾക്ക്, അത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല, അത് മസിൽ ഡെവലപ്മെൻറ്റ്, ബോഡി ബിൽഡിങ്, ബോഡി ഷേപ്പിംഗ്, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ആക്ച്വലി വി ഡോണ്ട് റെക്കമെൻഡ്. ആക്ച്വലി വി റെക്കമെൻഡ് an aerobic exercise of an half an hour at least 5 days in a week. നിങ്ങൾക്ക് സൺഡേ വേണമെങ്കിൽ അതിനും ഹോളിഡേ എടുക്കാം, എക്സസൈസിന് പോലും. അതാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക്, ഇപ്പോൾ എസ്പെഷ്യലി ചില വലിയ സെലിബ്രിറ്റി മീൻസ് സിനി ആക്ടേഴ്സൊക്കെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ മരണം ഉണ്ടായതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഒരു ഓവർ എക്സസൈസ് ഈസ് ഓൾസോ സം ടൈം നമ്മളെന്താ പറയുക, ഓരോരുത്തർക്ക് അത് ചില ആളുകൾക്ക് പറ്റും, ചില ആളുകൾക്ക് പറ്റില്ല. ഒരാളുടെ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അത്ര ഗുണകരമായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം, അപ്പം എപ്പോഴും പറയുന്നതാണ് വറുത്തതും പൊരിച്ചതും മുഴുവൻ കഴിച്ചോ അവസാനം ഇതെല്ലാം കൂടെ ഹാർട്ട് അറ്റാക്കിലോട്ട് എത്തിക്കുന്നത്. ശരിക്കും ഏതെങ്കിലും ഫുഡും ഹാർട്ടുമായിട്ട് ബന്ധമുണ്ടോ? ഞാൻ ഈ ഫുഡിനെ കുറിച്ച് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ലിബറലായിട്ടാണ് ഞാൻ സംസാരിക്കാറ്. ഇപ്പം എൻ്റെ പേഷ്യൻസിന് ചിലപ്പോൾ പേഷ്യൻസിൻ്റെ സ്പൗസസൊക്കെ, ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ അവരുടെ ഭാര്യമാരൊക്കെ ഭയങ്കരമായിട്ട് സാറെന്താ ഇങ്ങനെ പറഞ്ഞ് ഞാനെല്ലാം കഴിക്കാം എന്ന് പറയും. സാധാരണ ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ഫുഡ് പറയും, ഇത് പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല. ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ പറയാറ് നിങ്ങൾ മോഡറേറ്റ് ആയിട്ട് മാന്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫുഡും കഴിക്കാമെന്ന് ഞാൻ പറയാം. അതെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഫ്രീക്വൻസിയും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം നമ്മൾ ഫുഡ് എന്ന് പറയുന്നത്, ഞാനൊരു ഫുഡ് എൻജോയ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങൾക്കറിയാലോ, പ്രത്യേകിച്ച് ഈ മലബാർ പ്രദേശത്ത് ഫുഡിൻ്റെ, കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഫുഡ് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ എല്ലാ ഫുഡുകളും കഴിക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഫുഡ് സംതിങ് വി ഷുഡ് എൻജോയ്. നമ്മളൊരു ഭക്ഷണവും കഴിക്കില്ല. ചില ആളുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അവർ വന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കില്ല, വെറും ഈ പച്ചക്കറി മാത്രം അല്ലെങ്കിൽ സാലഡ്സ് മാത്രം കഴിച്ച് ജീവിതകാലം മുഴുവൻ നിൽക്കുന്നതിന് അതിൽ അർത്ഥമില്ലല്ലോ, ഇത് മീനിങ്ലെസ് അല്ലേ. ഫുഡ് സംതിങ് യു ഷുഡ് എൻജോയ്, ബട്ട് യു ഷുഡ് ഡു ഇറ്റ് ഇൻ എ വെരി ബാലൻസ്ഡ് വേ. നമ്മളതിന് ബാലൻസ്ഡ് ആയിട്ട് എന്ന് പറയാം. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റ്, ഫിഷ് കഴിക്കാം, മട്ടൺ കഴിക്കാം, ചിക്കൻ കഴിക്കാം, നോൺ വെജ് കഴിക്കാം, അതേപോലെ വെജിറ്റബിൾ, ഇതെല്ലാം കഴിക്കാം. ഇപ്പോൾ അതിന് ഞാനൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്നൊരു പാർട്ടിക്ക് പോയി, അവിടെ ഒരു ഗ്രാൻഡ് ഫുഡാണ്, പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഈ ഹെൽത്തൊക്കെ ആലോചിച്ചിട്ട് ഒന്നും കഴിക്കാതെ വരുന്നതിനേക്കാളും നന്നായിട്ട് കഴിക്കുക. പക്ഷെ ഒരിക്കലും വയറ് നിറച്ച് മുട്ടുന്ന പോലെ കഴിക്കരുത്. അതാണ് ഒരു അഡ്വൈസ്. രണ്ടാമത്, ഇന്ന് നമ്മൾ കുറച്ച് നന്നായിട്ട് കഴിച്ചു, അപ്പോൾ രാത്രിയിലുള്ള ഫുഡ് വളരെ ലൈറ്റാക്കുക. ഒരു ആപ്പിൾ കഴിച്ചിട്ട് നല്ല വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കോമ്പൻസേറ്റ് ആക്കാം. അപ്പം ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുന്നു എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഫുഡിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിൽ ഒഴിവാക്കേണ്ട വല്ലതും ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഫ്രൈഡ് ഐറ്റംസാണ്. ഫ്രൈഡ് ഐറ്റം അത് നിങ്ങൾ മിനിമൈസ് ചെയ്യണം. അതും ഞാൻ കഴിക്കേണ്ടതെന്ന് പറയാറില്ല. ഞാൻ ആക്ച്വലി ഒരു ഫുഡും കഴിക്കരുതെന്ന് പറയാറില്ല. നമ്മളത് നോക്കിയിട്ട് അതിൽ അൺഹെൽത്തി ആണ് എന്ന് തോന്നുന്നത് ഏറ്റവും കുറച്ച് കഴിക്കുകയും ഹെൽത്തി ആണെന്നുള്ള ആ അതിനാണ് ഞങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് എന്ന് പറയാം. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് വന്നു, കോഴിക്കോട് ഇസ് ഫേമസ് ഫോർ ബിരിയാണി, നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ബിരിയാണി നന്നായി കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോഴേ നിങ്ങൾ സന്തോഷമായിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് പോയിട്ട് ഇന്ന് രാത്രി കൊച്ചിയിൽ നിന്ന് ആപ്പിളും അല്ലെങ്കിൽ വല്ല ഒരു പേരയ്ക്കും വാങ്ങിയിട്ട് വെള്ളം കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ആയി. അതായിരിക്കും മോർ പ്രാക്ടിക്കൽ ദാൻ ചില ആൾക്കാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ചില സെലിബ്രിറ്റീസ് അവരെ ഷേപ്പും ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും സാലഡ്സും മാത്രം കഴിച്ച് ജീവിതത്തിൽ ഇതൊന്നും എൻജോയ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കാം. പല ആൾക്കാരും എന്നോട്, എൻ്റെ പേഷ്യൻസിൻ്റെ ഭാര്യമാരൊക്കെ ഭയങ്കരമായിട്ട് പറയും, സാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെല്ലാം കഴിക്കട്ടോ. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ പറയുന്നത് മിതത്വം പാലിക്കുക എന്നുള്ളതാണ്.